അപ്പം ഞാൻ നമ്മുടെ ചോളം പുഴുങ്ങാൻ പോവുകയാണേ. ഇത് നമ്മുടെ ചോളത്തിൻ്റെ പുറന്തോടെല്ലാം മാറ്റിയിട്ട് ഞാൻ പുഴുങ്ങാനായി പോവുകയാണ്. അപ്പോൾ പുഴുങ്ങുന്നതിനായി ഞാനൊരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അടുപ്പൊന്ന് കത്തിച്ചു. അപ്പോൾ ഇത് ഒന്ന് പുഴുങ്ങി കിട്ടുന്നതിനായി വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ ചോളം ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ 2 ചോളവും ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു കുഞ്ഞ് സ്പൈസി മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരല്പം ഉപ്പ് ചേർത്തു. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുവാണേ. നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒപ്പം തന്നെ ഒരല്പം നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ ചോളത്തിലേക്ക് പുരട്ടി കൊടുക്കാം. മസാലയൊന്നും പുരട്ടാതെ തന്നെയും വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ്. ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ചോളം എന്ന് പറയുന്നത്. ചോളത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ചോളത്തിന് ധാരാളം ഔഷധ ഗുണങ്ങളാണുള്ളത്. നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിനായ ABC എന്നിവയുമെല്ലാം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ നമ്മുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലഘു ഭക്ഷണമാണ് നമ്മുടെ ഈ ചോളം എന്ന് പറയുന്നത്. നിരവധി ഗുണങ്ങളാണ് ചോളത്തിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ മസാലയൊന്നും പുരട്ടാതെ തന്നെ വെറുതെ പുഴുങ്ങിയെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സ്പൈസി മസാല പുരട്ടിയെന്നേ ഉള്ളൂ. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ലേശം ഉപ്പും കൂടി ചേർത്ത് ഒരല്പം നാരങ്ങാ നീരും കൂടി മിക്സ് ചെയ്താണ് മസാല ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചോളം പുഴുങ്ങിയെടുത്തതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഒപ്പം തന്നെ ഷെയർ ചെയ്യുവാനും മറന്നു പോകരുത്. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരെ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.